അതെ, നിങ്ങൾ കണ്ട പോലെ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബാക്ടീരിയ, അമീബ പോലെ യാതൊരു ഇഷ്യൂസ് നമ്മുടെ വെള്ളത്തിൽ വരില്ല. നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുക. പുതിയൊരു ടെക്നോളജിയാണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഓഫീസാവാം, വീടാവാം, സ്ഥാപനങ്ങളാവാം, എവിടെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. H2O വാട്ടർ സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്കജ്വരം പടർന്ന് പിടിക്കുകയാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പല റെഗുലേഷൻസും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ അത് റെഡ്യൂസ് ചെയ്യാം, അതായത് ബാക്ടീരിയനെ എങ്ങനെ റിമൂവ് ചെയ്യാം, ബാക്ടീരിയ ഒപ്പം തന്നെ അമീബിക് മസ്തിഷ്കജ്വരം ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കിടക്കുന്നതിന് തന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി റിസർച്ചറാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അമീബിക് മസ്തിഷ്കജ്വരം നമുക്ക് ഒരുപാട് കേരളം മൊത്തം പടർന്ന് പിടിക്കുകയാണ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, ഒരുപാട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. പക്ഷേ നമുക്കിത് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ക്ലോറിനേഷനാണ് ചെയ്യേണ്ടത്. പലർക്കും അറിയാം ക്ലോറിനേഷൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ടൈം പീരീഡിൽ നമുക്കത് ഓർമ്മ വരില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്ലോറിനേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ക്ലോറിനേഷൻ എഫക്റ്റീവാണ്, പക്ഷേ പ്രോപ്പറായിട്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് യാതൊരു ഗുണം ഉണ്ടാവില്ല. അതായത് ക്ലോറിനേഷൻ 12 മുതൽ 14 ദിവസം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. ഒപ്പം തന്നെ അറ്റ്മോസ്ഫിയറിക് ഫാക്ടേഴ്സൊക്കെ എഫക്റ്റ് ചെയ്യും ക്ലോറിനേഷൻ. അതായത് നമ്മുടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ മറ്റ് മഴ ഒക്കെ നമ്മുടെ ക്ലോറിനേഷനെ ഡൈല്യൂഷൻ സംഭവിക്കും. അതായത് നാച്ചുറലുള്ള ക്ലോറിൻ്റെ അളവിനെ കുറയ്ക്കും. നമ്മൾ നാച്ചുറൽ ഉദ്ദേശിച്ച് നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ്റെ അളവ് കുറയ്ക്കും. നമ്മൾ ഉദ്ദേശിച്ചത് 0.5 ppm, അതായത് ഗവൺമെൻറ് പറയുന്നത് 0.5 ppm കീപ്പ് ചെയ്യണമെന്നാണ്. പക്ഷേ നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ക്ലോറിൻ ഡോസിങ് പമ്പ്. അതായത് ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് മോട്ടറും ഈ പമ്പും കൂടി നമ്മുടെ കണക്റ്റ് ആകും. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ മോട്ടറും മോട്ടറിൻ്റെ കണക്ഷനും ഈ പമ്പിൻ്റെ കണക്ഷനും ഒരുമിച്ച് കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക് മോട്ടർ ഓൺ ആകുമ്പോൾ ഈ പമ്പും കൂടി ഓൺ ആയിട്ട് നമ്മുടെ ലൈനിലേക്ക് ക്ലോറിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡോസിങ് എന്ന് പറയുക, ക്ലോറിൻ ഡോസിങ് എന്ന് പറയുക. ഈ ഡോസിങ്ങിൻ്റെ ഔട്ട് 0.5 ppm കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അമീബ അല്ലെങ്കിൽ ബാക്ടീരിയകളെല്ലാം ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ശരിക്കും 0.2 മതി. നമുക്കൊരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു ഡിസീസ് സ്പ്രെഡിങ് കേസിൽ മാത്രമാണ് ഗവൺമെൻറ് 0.5 ppm കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്ലോറിൻ ഡോസിങ് പമ്പ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോറിൻ്റെ ഡോസേജ്. അതാണ് ഈ കാണുന്ന ലെവൽ. ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ച പോലെ 0.5 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെവൽ എത്രത്തോളമാണ് നമുക്ക് ആവശ്യം ആ ലെവലിൽ. ഇപ്പോൾ 0.2 ppm ആണ് ജനറലി ബാക്ടീരിയകൾക്ക് വേണ്ടി ഉപയോഗിക്കാറ്. ഒരു പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസ് സ്പ്രെഡിങ് സമയത്ത് മാത്രമാണ് 0.5 ppm കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണിത്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനനുസരിച്ച് റിജക്ഷൻ വാട്ടർ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ ഫ്ലോ കൂടുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ നമ്മൾ റിജക്ഷനിൽ നമുക്ക് പൈപ്പിൻ്റെ നമ്മുടെ ഇൻപുട്ടിലേക്കാണ് ഇത് ഇഞ്ചക്ഷൻ നടത്തുക. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടും. ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തെ ക്ലോറിൻ അല്ലെങ്കിൽ റെസിഡ്യൽ ക്ലോറിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ക്ലോറിൻ ഡോസിങ് സിസ്റ്റം. അതായത് നാച്ചുറലി ക്ലോറിനേഷൻ ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്, പീരിയോഡിക്കലായിട്ട് നമുക്ക് ഓർമ്മ വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഡോസിങ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.